ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. CMR എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് ഇഡിയുടെ നോട്ടീസ് സമൻസ്. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ളതാണ്. വിപിൻ സി വിജയൻ ആ വാർത്തയോടെ ഒരുങ്ങുമ്പോൾ വിപിൻ, ഈ സമൻസിലേക്കുള്ള ഒരുക്കങ്ങൾ തന്നെയായിരുന്നു ആ റെയ്ഡും, അതിനുശേഷം കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കണമെന്ന് കരുതിയിരുന്നതാണ്. കൃത്യം അതുപോലെ തന്നെ സംഭവിക്കുന്നു. എപ്പോഴാണ് ഹാജരാവേണ്ടത്? വീണ ടിക്കൊപ്പം CMR ഉദ്യോഗസ്ഥരും ഹാജരാവേണ്ടതുണ്ടോ? വിപിൻ. അതെ ആഷ്മി, വീണ ടിക്കൊപ്പം 9 CMRL ഉദ്യോഗസ്ഥരടക്കം 9 പേർക്കാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇഡിയുടെ ഭാഗത്ത് നിന്ന് ദ്രുതഗതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വീണ തൈക്കണ്ടിക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ഈ CMRL കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിരുന്നു. അതിനുശേഷം അത് ഹൈക്കോടതി തള്ളി എന്നുള്ളത് മാത്രമല്ല, പ്രധാനപ്പെട്ട രേഖകൾ എല്ലാം തന്നെ ഇഡിക്ക് കൈമാറണം എന്നുള്ളതുമായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. അത് ഈ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നൽകിയ ഹർജി അംഗീകരിക്കുകയും ഈ രേഖകളെല്ലാം തന്നെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ സമൻസ് അയച്ച് ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഇഡി കടക്കുകയാണ്. വെള്ളിയാഴ്ച ഹാജരാകണം, കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നുള്ളതാണ് വീണ ടിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ വലിയ രീതിയിലുള്ള റെയ്ഡുകൾ ഉണ്ടായിരുന്നു. ആ റെയ്ഡിൽ പല രേഖകളും പിടിച്ചെടുത്തു. വീണ ടിയുടെ മൊബൈൽ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം എപ്പോഴാണ് സമൻസ് എന്നുള്ളത്, അധികം വൈകാതെ തന്നെ സമൻസ് അയക്കുമെന്നുള്ളതായിരുന്നു അതിലെ ഒരു വിവരമുണ്ടായിരുന്നത്. ഇപ്പോൾ അതിലൊരു കൃത്യത വന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നുള്ളതാണ് ആ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഈ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരമാവധി രേഖകൾ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇഡിക്ക് മുൻപിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി. അങ്ങനെ ഈ മൊബൈലിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം അത് കോടതിയുടെ അനുവാദത്തോടു കൂടി വിധേയമാക്കിയിരുന്നു. ആ വിവരങ്ങൾ കൂടി വെച്ചുകൊണ്ടായിരിക്കും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഈ ഇഡിയുടെ റെയ്ഡിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ നാടകീയമായ സംഭവങ്ങൾ, ഒരുപക്ഷെ കേരളം ഇതുവരെ കാണാത്ത വലിയ നാടകീയ സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷം തന്നെ ഈ കേസിൽ പ്രധാനമായും ഇഡി വളരെ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഈ സമൻസ് അയക്കാൻ വൈകുമോ എന്നുള്ളതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ വെള്ളിയാഴ്ച തന്നെ ഉടൻ തന്നെ ഒരു നടപടി. വെള്ളിയാഴ്ച തന്നെ വീണ ടിയും 9 CMRL ഉദ്യോഗസ്ഥരും ഹാജരാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. SFIയുടെ കയ്യിലുള്ള പ്രധാനമായും ഇതിൽ കണ്ടെത്തിയിട്ടുള്ള രേഖകളെല്ലാം തന്നെ ഇഡിക്ക് കൈമാറിയാൽ അതുകൂടി വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ അത് തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലേക്കുള്ളൊരു ചോദ്യം ചെയ്യലിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിൽ എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്ന ഒരു വിട്ടുപോകൽ, അതായത് CMRL ഏത് രീതിക്കുള്ള ഒരു സഹായമായിരുന്നു എക്സാലോജിക്ക് നൽകിയതിൽ രേഖാപരമായി തന്നെ മാസപ്പടി ഏതെങ്കിലും രീതിയിൽ വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയതിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതായിരിക്കും ഈ ചോദ്യം ചെയ്യലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപും വീണ ടിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ റെയ്ഡിന് ശേഷം ഈ രേഖകളെല്ലാം തന്നെ ഇഡിയുടെ കൈവശം വന്നതിന് ശേഷമുള്ള ഒരു ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. അത് വെള്ളിയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഏത് രീതിയിലായിരിക്കും ഇനി ഇവരുടെ പ്രതികരണം, അതായത് അവിടെ രാഷ്ട്രീയപരമായിട്ടാണ് ഈ കേസ് എന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിനു മുൻപ് വീണ ടി ഉൾപ്പെടെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഹാജരാകുമോ എന്നുള്ളതും വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് ആഷ്മി. വിപിനെ, അതുപോലെ തന്നെ ഇത് കൃത്യമായ ആസൂത്രണത്തോടുകൂടെ വളരെ വേഗം ഇഡി തയ്യാറാക്കിയ ഒരു പ്ലാൻ, ആ പ്ലാൻ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇതിനിടയിൽ ചില മിസ്സിംഗ് ലിങ്ക് ഉണ്ടായിരുന്നു. വിപിൻ പറഞ്ഞതുപോലെ ആദ്യം ചോദ്യം ചെയ്തതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും ഇത്തവണ. കാരണം മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ കളക്ട് ചെയ്ത്, കോടതിയുമായി ബന്ധപ്പെട്ട രേഖകൾ കളക്ട് ചെയ്ത് കൃത്യമായ തയ്യാറെടുപ്പുകളോടെ നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ അത് ഏറെ നിർണായകമാവില്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ഇതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗൂഢാലോചന എന്നുള്ളതിലായിരുന്നു പ്രധാനമായും ഈ പ്രതിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ CMRL SFIOയുടെ ഈ കേസ് ഉൾപ്പെടെ അവരെടുത്ത കേസടക്കം റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടും ഇതിന്റെ അർജികൾ ഉണ്ടായിരുന്നു. SFIOന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ ഇപ്പോൾ 14 തവണയാണ് ഡൽഹി ഹൈക്കോടതി തന്നെ മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ള. അത്തരത്തിൽ CMRL ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു, ബോധപൂർവം ഈ ഹർജികൾ നീട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള വിലയിരുത്തലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ ഇഡി ഈ കേസ് ഏറ്റെടുക്കുകയും ഇതിൽ വലിയ തോതിൽ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നില്ല. ഏകദേശം 2 വർഷത്തോളം നമുക്കറിയാം ഒരു ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിലേക്കായിരുന്നു പോയിരുന്നത്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും മറ്റ് നടപടികളൊന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഉത്തരവ് ലഭിച്ചതിനെ തുടർന്നായിരുന്നു വീണ ടിയുടെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ്
ായിട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ളത് ഇഡി അവകാശപ്പെടുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ ഇലക്ട്രോണിക് തെളിവുകൾ തന്നെയാണ്. വീണ ടിയുടെ മൊബൈൽ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരുന്നു. ഈ രേഖകളൊക്കെ തന്നെ പലതും ആ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ട് എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ റെയ്ഡ് എന്നുള്ളതുണ്ട്. അന്ന് ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാകുന്നു, അതിൽ പരാതികൾ വരുന്നു, അത് പോലീസ് കേസാവുന്നു. അത്തരം നാടകീയ സംഭവങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഈ കേസിൽ നിന്ന് ഇനി പിന്നോട്ടില്ല, ഇതിൽ വളരെ ദ്രുതഗതിയിലുള്ള ഒരു നടപടികളിലേക്ക് ഇഡി കടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സമൻസ് അയക്കുകയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുമുള്ള ഒരു നീക്കം ഉണ്ടാവുന്നത്. മറ്റൊന്ന്, ഹൈക്കോടതിയിൽ നിന്നും എല്ലാ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട SFIയുടെ കയ്യിലുള്ള എല്ലാ രേഖകളും വേണമെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിക്കുകയും ആ രേഖകൾ നൽകാമെന്നുള്ളതും പറയുമ്പോൾ അത് ഇഡിക്ക് ഒരു മുൻതൂക്കം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല വിപിൻ, എന്താണ് ഈ പറയുന്ന CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കത്തിടപാടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട SFIക്ക് വീണ നൽകിയ മൊഴി, CMR ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വിവരങ്ങൾ, വീണയുടെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ട് വിവരങ്ങളൊക്കെ അടക്കമാണ് ഈ SFI കുറ്റപത്രത്തിലെ വിവരങ്ങൾ ചോദിച്ചത്. CMR അതിനെ എതിർത്തു. പക്ഷേ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഇഡിക്ക് അത് കൊടുക്കാൻ PMLA കോടതി ഉത്തരവ് ഇടുന്നതോടുകൂടി നിർണായകമായ രേഖകളുടെ ഒരു ചങ്കാണ് ഇഡിയുടെ ഭാഗത്തേക്ക്, ആ രേഖകളുടെ ഭാഗത്തിൽ പോകുന്നത്. അതിനു മുമ്പ് റെയ്ഡ് നടത്തി, റെയ്ഡിൽ കണ്ടെത്തിയ ചില രേഖകൾ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇക്കുറി ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി, രേഖാസമാഹരണം പൂർത്തിയാക്കിയ ശേഷമാണ്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് അത് പോകും എന്ന് കരുതാമോ വിപിൻ? പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും. കാരണം ഈ രേഖകൾ വെച്ചുകൊണ്ടുള്ള ഒപ്പം തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.